വയനാട് തിരുനെല്ലിയിൽ കൂട്ടം തെറ്റിയ കുട്ടിയാന ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നു. മുള്ളംകൊല്ലിയിലാണ് ആനക്കുട്ടി ഇറങ്ങിയത്. സുർജിത്ത് അയ്യപ്പത്ത് അവിടെ തുടരുന്നുണ്ട്. സുർജിത്ത്, എന്താണ് ആലോചന? ഈ ആനക്കുട്ടിയെ അവിടെ നിന്ന് എങ്ങനെ പുറത്തേക്കെടുക്കാനാണ് ഇപ്പോൾ നടക്കുന്ന നീക്കം? സുർജിത്ത്. ഹാഷ്മി, RRT സംഘമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. RRT സംഘമാണ്. അല്പസമയത്തിനകം തന്നെ ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തും. മയക്കുവെടി വെച്ച് ആനയെ പിടികൂടുന്നത് എന്നത് പ്രായോഗികമേ അല്ല. അതുകൊണ്ട് തന്നെ മയക്കുവെടി എത്രത്തോളം പ്രായോഗികമാകുന്നു, കാരണം അത്രയും വലിയ പരിക്കുണ്ട് ആനയെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള തരത്തിലേക്കല്ല, ആനയെ അതിനെ പിടിച്ച് പരിചരിച്ച് അതിനുശേഷം മാത്രമേ തള്ളയാനയ്ക്ക് അടുത്തേക്ക് വിടാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ തള്ളയാന തൊട്ടപ്പുറത്തുള്ള വനത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട്. ഇതിനിടയിൽ ഒരു CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ആ CCTV ദൃശ്യം ഈ വീട്ടിലെ CCTV ദൃശ്യമാണ്. ചേച്ചി, ആനയെ കണ്ടിരുന്നോ? ആന ഞാനിവിടെ മുറ്റത്ത് നിൽക്കുന്നുണ്ടായി. അപ്പോൾ ഫസ്റ്റ് ഇവിടെയായിരുന്നു, ഈ സൈഡിൽ വലതുവശത്തായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ വന്ന് ഇവിടെ നിന്നപ്പോഴത്തേ ആന ഓടി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ ഓടി അകത്ത് കയറി. അവർ പറഞ്ഞ് കയറിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പോയല്ലോ എന്ന് വിചാരിച്ച് അപ്പുറത്തെ പറമ്പിലോട്ട് കടന്നുപോയി. തിരിച്ച് വീണ്ടും ഇപ്പുറത്തൂടെ പുറകിൽ കൂടെ വന്ന് നമ്മൾ കണ്ടില്ല. അങ്ങനെ ഞാൻ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കുമ്പോഴാണ് ആന അതിലേ വരുന്നത്. അപ്പോൾ താഴെ റോഡിൽ നിന്ന് ചക്കന്മാർ കൊണ്ട് ചേച്ചി വീഡിയോ എടുത്തു വന്ന്. അങ്ങനെയാണ് ഞാൻ എടുക്കും. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ മുറ്റത്തൂടെ നടന്ന് റോഡിലേക്ക് പാസ് ചെയ്ത് കടന്നുപോയി. ഉണ്ട് ഉണ്ട് കാലിന് പരിക്കുണ്ട്. ആ കണ്ടു 2 പ്രാവശ്യം കണ്ടു. ആ ഞാൻ കണ്ടില്ല, ഞാൻ പിന്നെ വന്നേ, മോള് വിളിച്ചപ്പോൾ വന്നതാ. കണ്ടില്ല. ഇല്ല ഇല്ല. എന്തായാലും ഇവിടെ RRT സംഘം, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, അവർ ഈ നടപടി എങ്ങനെ വേണമെന്നുള്ള തരത്തിലേക്കുള്ള ആ തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു. അതിനുവേണ്ടിയുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് വരുന്നത്. അതിനുശേഷം ഇതിനെ ഈ അത്രയും അവശ്യ നിലയിലാണ്, കുട്ടിയാനയാണ്, കാരണം നല്ല പരിക്കുണ്ട്, ഏതെങ്കിലും വന്യമൃഗം ആക്രമിച്ചതാകാം എന്നുള്ളതാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മറ്റു നടപടികളിലേക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരിക്കലും ഡാർട്ടിങ് നടക്കില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. കാരണം അത്രയും പരിക്കുണ്ട്, ഗുരുതരമായ പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഡാർട്ടിങ് പ്രായോഗികമല്ല. അപ്പോൾ അതിനെ പിടികൂടി പരിചരിച്ച് അതിനുശേഷം ഈ തള്ളയാനയ്ക്ക് അടുത്തേക്ക് വിടുക എന്നുള്ളതാണ്. തള്ളയാന തൊട്ടടുത്തുള്ള വനത്തിൽ അത് വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വനം വകുപ്പ് അതിൻ്റെ അവസാനവട്ട വിലയിരുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആന ഒരു കാപ്പിച്ചെടിക്ക് താഴെ അതിങ്ങനെ മയങ്ങി കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുന്നൊരവസ്ഥയാണുള്ളത്. ഇന്ന് പുലർച്ചെ മുതൽ ഈ കാട്ടാനയുടെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. അത് ഈ റോഡിലും അതോടൊപ്പം തന്നെ ഇവിടുത്തെ തോട്ടങ്ങളിലും വീടുകൾക്ക് പരിസരത്തുമൊക്കെയായി ആന ഇങ്ങനെ നിലയുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വളരെ ചെറിയ ആനയാണ്, അധികം പ്രായമില്ലാത്ത വളരെ ചെറിയ ആനയാണ്. ഏതെങ്കിലും ഒരു വന്യമൃഗം, ഒരുപക്ഷെ കടുവയോ മറ്റോ ആക്രമിച്ചിരിക്കാം. അതുകൊണ്ടാകും ഇത്രയും വലിയ പരിക്ക്. തുമ്പിക്കൈക്ക് പരിക്കുണ്ട്, ശരീരത്തിൽ ഉടനീളം മുറിവുകളുണ്ട്. മാത്രമല്ല അതിൻ്റെ ഇടത് ഭാഗത്തെ പിൻകാലിനും അതിന് പരിക്ക് ഏറ്റ നിലയിലാണ് ഉള്ളത്. അത്തരത്തിൽ നല്ല പരിക്കുള്ള ആനയാണ്. എന്തായാലും ആനയെ ഇവിടെ നിന്നും മാറ്റാനുള്ള ആ ഒരു ദൗത്യത്തിലേക്ക് കിടക്കുന്നു. അതിനു വേണ്ടി ഇപ്പോൾ ബത്തേരിയിൽ നിന്ന് RRT സംഘം എത്താറായിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം ഇവിടേക്ക് വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിനുവേണ്ടിയുള്ള ഇടപെടലും ശ്രമവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ അല്പസമയം മുമ്പ് മുതൽ ഇതിങ്ങനെ ഇപ്പോൾ നിലവിൽ ആന എഴുന്നേറ്റിട്ടുണ്ടെന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, പക്ഷേ ഇത് വളരെ അവശ്യ നിലയിലാണ്. പ്രത്യേകിച്ച് അതിൻ്റെ പിൻകാലിന് നല്ല പരിക്കുണ്ട് എന്നുള്ളതാണ് പ്രതിസന്ധി. ആ പിൻകാലിന് ഏറ്റ പരിക്ക് അല്പം ഗുരുതരവുമാണ്. മാത്രമല്ല മയക്കുവെടി എന്നൊക്കെ പറയുന്നത് ആ കുഞ്ഞാന താങ്ങുമോ? അത് ഒരു ഓപ്ഷനായിട്ട് കരുതുന്നുണ്ടോ? ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിൽ ആന ഇടയ്ക്ക് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. കുട്ടിയാനയാണ്, അത് വലിയ രീതിയിൽ ചീറുന്നുണ്ട്. അത് നല്ല പരിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. വേദന കൊണ്ട് പുളയുന്നൊരവസ്ഥ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നത്. അതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആനയെ എന്തായാലും നല്ല പരിചരണം വേണ്ടി വരും, പ്രത്യേകിച്ച് കാരണം അതിൻ്റെ ഇടതുകാലിന് ഗുരുതരമായ രീതിയിലുള്ള പരിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രതിസന്ധി. ഉടൻ തന്നെ വനം വകുപ്പിൻ്റെ RRT സംഘം ഇവിടേക്ക് എത്തും. അതിനുശേഷം ആനയെ വടം ഉപയോഗിച്ചുകൊണ്ട് തളയ്ക്കും. അതിനുശേഷം തളച്ച ശേഷമാകും മറ്റ് നടപടികളിലേക്ക് കടക്കുക. എല്ലാവരും സുരക്ഷിതത്വം പാലിക്കണം എന്നുള്ള നിർദ്ദേശം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. കാരണം അത് ആനയാണ്, കുട്ടിയാനയാണെങ്കിൽ പോലും അതൊരു ആനയാണ്. ചിലപ്പോൾ അത് എങ്ങോട്ട് പോകുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷിതരായി നിൽക്കണമെന്നുള്ള നിർദ്ദേശം വനം വകുപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള, അതായത് തിരുനെല്ലിയിൽ തന്നെ RRT ഗ്രൂപ്പുണ്ട്. മാനന്തവാടിയിൽ നിന്നുള്ള RRT സംഘമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. മാത്രമല്ല വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ സന്നാഹങ്ങളോടും കൂടി തന്നെ ആനയെ പിടികൂടി അവരെ മാറ്റാനുള്ള ഒരു ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറക്കുന്ന ആ ഒരു
ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതിനുവേണ്ടി പിടികൂടാൻ വേണ്ടിയുള്ള വടമടക്കം ഇറക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ RRT ഗ്രൂപ്പാണ്, RRT ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലയിട്ട് അതിനെ പിടികൂടും. വലയിട്ട് പിടികൂടിയ ശേഷം നേരെ അതിന് വേണ്ട ചികിത്സ ലഭ്യമാക്കുക എന്നുള്ള തരത്തിൽ ഇത് വലയാണ്. ആ വല ഉപയോഗിച്ചുകൊണ്ട് അതിനെ പിടികൂടി അതിനെ സുരക്ഷിതമായ രീതിയിൽ തന്നെ ഇവിടെ നിന്നും അതിന് ചികിത്സ ഇവിടെ വെച്ച് തന്നെ നൽകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തള്ളയാന അതിനടുത്തുണ്ട്, അതായത് ഇതിൻ്റെ പരിസരത്തായി തന്നെ തള്ളയാന നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുർജിത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്.